അതുകൊണ്ട് നാം ആ സ്വഹാബത്തും താബികളും ഔലിയാക്കളും പഠിപ്പിച്ച മാർഗം അത് സ്വീകരിക്കണം. അതിൽ 5 വഖ്ത് നിസ്കാരം ഇല്ലാത്ത ഒരു ശരീഅത്ത്, ഒരു ദീന് ഇവിടെ ഇല്ല. നിസ്കാരം ഇല്ലാത്ത ഒരു ദീന് ഇവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ 2-3 ദിവസം മുമ്പ് പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ അസുഖമാവുകയും ആ അസുഖം അല്പം സുഖം കിട്ടിയപ്പോൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നിസ്കരിക്കാൻ വരുന്നു. വഫാത്തിന്റെ തൊട്ട ദിവസം നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടുപേരും റസൂലുള്ളാഹിനെ താങ്ങിപ്പിടിച്ചിട്ട് ഒരു ഭാഗത്ത് ഉസാമത്ത് റളിയല്ലാഹു അൻഹു, മറ്റൊരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും താങ്ങിപ്പിടിച്ചുകൊണ്ട് മദീനയിലെ ആ മസ്ജിദുൻ നബവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ട് കാലിന്റെ വിരല് ഭൂമിയിൽ ഇങ്ങനെ വരക്കുകയാണ്. കാല് പൊന്തിച്ച് നടക്കാൻ കഴിയില്ല. അത്രയും ആ അവസ്ഥയിൽ പോലും നിസ്കാരം എന്നല്ല ജമാഅത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് ഒഴിവാക്കിയില്ല. വഫാത്തിന്റെ സമയത്ത് സ്വഹാബികൾ കാതുവെച്ച് നോക്കി എന്താണ് പറയുന്നത് എന്ന്. ആ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കാതുവെച്ച് നോക്കിയപ്പോൾ പുറത്തേക്ക് കേൾക്കാത്ത മെല്ലെ ശബ്ദത്തിൽ പറയുമ്പോഴും ഉസീകും ബിസ്സലാത്ത്, ഓ ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ റഫീഖൽ അലാ എന്ന വാക്ക് പറഞ്ഞു വഫാത്തായി പോവുകയാണ്. അങ്ങനെ വഫാത്തിന്റെ തൊട്ട് മുമ്പും നിസ്കാരം കൊണ്ട് ഉപദേശിക്കുകയും നിസ്കരിക്കാതെ നിർവാഹമില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു ലോകത്തെല്ലാവർക്കും അറിയുന്നതാണ്. ഗൗസുൽ ആസം മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ ഷെയ്ഖാണ്, വലിയ വലിയാണ്. അവരുടെ മുരീദന്മാര് ലക്ഷക്കണക്കിന് ലോകത്തുണ്ട്. ഈ ഖാദിരിയ തരീഖത്തിന്റെ ആളായ ഗൗസുൽ ആസം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫുതൂഹുൽ ഗൈബ്, ആ ഫുതൂഹുൽ ഗൈബിന്റെ 1-ാമത്തെ അധ്യായം തന്നെ ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ മിൻ സലാസത്തി അഷ്യാ, ഒരു മുഅ്മിന് 3 കാര്യം കൂടാതെ കഴിയില്ല. ഒന്ന് അമ്റുൻ യംതസിലുഹു, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുക. രണ്ടാമത്തത് നഹിയുൻ യുജ്തനബു, വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. വഖദറു യർളാ ബിഹി, അല്ലാഹു തആല ഖദർ കൊണ്ട് വിശ്വസിക്കുക. ഇതാണ് 1-ാമത്തത് തന്നെ. ഇംതിസാലു അവാമിരില്ലാഹി വത്തിനാബു നവാഹി, അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കുക, വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഉസീക അയ്യുഹൽ മുരീദ്, ഓ മുരീദേ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു ബിതഖ്വല്ലാഹി വതഅതിഹി, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യണം, അല്ലാഹു വഴിപ്പെടണമെന്ന്. വലുസൂമി ളാഹിരി ശരീഅ, ശരീഅത്തിന്റെ ളാഹിർ മുറുകെ പിടിക്കണം. അതിന്റെ അപ്പുറത്ത് വേറൊരു ശരീഅത്തുണ്ട്, ഞങ്ങൾക്ക് തിരിയാത്ത നിങ്ങൾക്ക് തിരിയാത്ത വേറൊരു പുതിയ ശരീഅത്തുണ്ട്, അതൊന്നും ധിക്കരിക്കണമെന്നൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ശരീഅത്ത് ഇവിടെ ഇല്ല. ശരീഅത്തിന്റെ ളാഹിർ എല്ലാ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ള അത് തന്നെ നീ മുറുകെ പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആസം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. എത്രത്തോളം അവരുടെ മഹാന്മാരുടെ സൂക്ഷ്മത കണ്ടോ നിങ്ങൾ. സമീഅത്തുൽ ഉസ്താദ് അബാ അൽ ജദ്ദഖാഖ് യഖൂലു ഖസദ അബൂ യസീദ് അൽ ബിസ്താമി ബഅദ മൻ വസിഫ ബിൽ വിലായ. ഒരു സ്ഥലത്ത് ഒരു വലിയുണ്ട് എന്ന് കേട്ടപ്പോ ആ വലിയനൊന്ന് കാണാൻ വേണ്ടി ഏറ്റവും വലിയ വലിയകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. വലിയ വലിയാണ്, മഅറൂഫായ മഷ്ഹൂറായ വലിയ. അവര് ഇയാളെന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു.
അപ്പോ ഫലമ്മ വാഫാ മസ്ജിദഹു കഅദ യന്തദിറു ഖുറൂജഹു, പള്ളിയിലേക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടപ്പോൾ പള്ളിൻ്റെ അടുത്തൊക്കെ പോയി പുറത്തൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. ഫഖറജ അർറജുലു വതനഖമ ഫിൽ മസ്ജിദി, ഈ വലിയാണ് എന്ന് പറഞ്ഞ ആള് പള്ളിയിൽ ഒന്നിങ്ങനെ തുപ്പി, നുഹാമത്ത് ചെയ്തു, കഫം തൊപ്പൽ പള്ളിയിലാക്കി. ഇത് കണ്ടപ്പോൾ ഫൻസറഫ അബൂ യസീദ് തിരിഞ്ഞു പോന്നു. വലം യുസല്ലിം അലൈഹി, അദ്ദേഹത്തിന് സലാം ചൊല്ലിയില്ല. വഖാല ഹാദാ റജുലുൻ ഗൈറു മഅ്മൂനിൻ അലാ അദബി മിൻ ആദാബി ശരീഅത്തി, ഇയാള് ശരീഅത്തിന്റെ അദബ് സൂക്ഷിക്കാത്ത ആളാണ്. ഫകൈഫ യകൂനു അമീനൻ അലാ അസ്റാരിൽ ഹഖ്, പിന്നെ എങ്ങനെ ഹഖ് തആലയുടെ സിറുകളെ വിശ്വസ്തനാവുക? അപ്പൊ ഒരു ചെറിയ സംഗതി, ഒരു തുപ്പൽ പള്ളിയിലേക്ക് ആയിപ്പോയത്, അതുവരെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് വിലായത്ത് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ളാഹി, വലിയ മഹാനാണല്ലോ. ഞാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട്, രാത്രിയും പകലും. രാത്രി ചുരുങ്ങിയത് 100 റക്അത്തൊക്കെ തഹജ്ജുദ് കഴിച്ചിട്ട് ഞാൻ കണ്ടു. സയ്യിദ് വലിയുള്ളാഹി കരിക്കില്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇശാ നിസ്കരിച്ച് ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഉറങ്ങിയിട്ട് 10 മിനിറ്റ് എഴുന്നേറ്റ് ഒന്നുമെടുത്ത് നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. പിന്നെ ഞാൻ ഒരിക്കൽ ചോദിക്കുകയും ചെയ്ത്, ശൈഖവറുകളെ, എന്നോട് വെറുപ്പ് വിചാരിക്കരുത്, എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ നിസ്കരിക്കില്ല എന്ന് ആരോ പറയുന്നത് കേട്ടല്ലോ, ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞത്? എന്റെ കൂടെ നിസ്കാരത്തിന്റെ സമയത്ത് എല്ലാം ഹാജറുള്ളവൻ ആരാണ്? അവനെ കൊണ്ടുപോകുന്നത്. എന്ത് നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരാരും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ശരീഅത്തിന്റെ ഒരു വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ശരീഅത്ത് തന്നെയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുപോയ ആളുകൾ മുഴുവനും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചു, ഇദാ ജാഅക്കൽ മുഅ്മിനാതു യുബായിഅനക, സഹോദരിമാര് തങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ, ഉടമ്പടി സ്വീകരിക്കാൻ, തരീഖത്ത് സ്വീകരിക്കാൻ വന്നാൽ വബായിഉന്ന, അവർക്ക് ബയ്യത്ത് ചെയ്തു കൊടുക്കണം. പുരുഷന്മാര് വന്നാൽ പുരുഷന്മാരും ബയ്യത്ത് ചെയ്യും, സ്ത്രീകൾ വന്നാൽ സ്ത്രീകൾക്കും ബയ്യത്ത് ചെയ്ത് കൊടുക്കണം. എന്നാൽ പുരുഷന്മാര് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ പിടിച്ചുകൊണ്ടാണ് ബയ്യത്ത് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ മസ്സത്ത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ഒരു പെണ്ണിന്റെ കയ്യിൽ തൊട്ടിട്ടില്ല, ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ടില്ല. അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെ ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു, സ്വഹാബത്ത് കാണിച്ചു തന്നു, ഔലിയാക്കൾ കാണിച്ചു തന്നു, ആരിഫീങ്ങൾ മുഴുവനും അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട്, മക്കളെ അയാൾ വലിയ ആൾ, വലിയ കറാമത്തുള്ള ആളാണ്, ആ കറാമത്തുള്ള ആളായതുകൊണ്ട് അയാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും തരക്കേടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് അബദ്ധമാണ്, നിങ്ങളെ പറ്റിക്കുമെന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണം, സൂക്ഷിക്കണം.